വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടൊരു നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാനായിട്ട് ഞാൻ നൈറ്റി ബിറ്റാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ ഇതാണ് നൈറ്റി ബിറ്റിൻ്റെ പാറ്റേൺ പറയുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിരിക്കുന്നത് എലൈറ്റ് സാരി ഹൗസിൽ നിന്നാണ്, തൃശ്ശൂരുള്ള. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് 192 ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ നെക്കിലേക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ഹക്കോബ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കണേ. ഇത് ഇത്രയൊന്നും വേണ്ട, ആകെ നെക്കിലേക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നൈറ്റി ബിറ്റ് ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു തുണിയുടെ വീതിക്ക് ഈ ഒരു തുണീനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വീതിയുടെ ഭാഗം ഞാൻ ഈ ഒരു തുണീനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വീതിയുടെ ഭാഗം കൊണ്ട് തുണീനെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ്, അതുപോലെ തന്നെ ഈ ഒരു സൈഡ് മടക്കാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രില്ലിനുള്ള ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മോഡലിൽ അടിവശത്ത് ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ചിലാണ് നമ്മൾ ഫ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ 8 ഇഞ്ചിൽ നമുക്ക് ഫ്രില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. 1 ഇഞ്ച് അടിവശം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടും. അപ്പോൾ 8ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ചിൽ നമുക്ക് ഫ്രില്ലിനായിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രില്ലിനായിട്ട് 9.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ 3 പീസ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 9.5 ഇഞ്ചിൽ നമ്മൾ 3 പീസ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ബോഡി പോർഷൻ കട്ട് ചെയ്യാനാണ്. അങ്ങനെ 3 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാം, ഒരു പീസ് നമുക്ക് ബാക്കിലേക്ക് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മൂന്നാമത് വരുന്ന പീസിനെ നമുക്ക് ഹാഫ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ മിഡിൽ വെച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മടക്ക് വശം വരണോടത്ത് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് 2 പീസ് ആക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനെ 2 പീസായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഫ്രില്ലിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ മറ്റേ പീസ് നമുക്ക് ബാക്കിലേക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രില്ലിനായിട്ടുള്ളത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബോഡി പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രില്ലിനായിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള മെറ്റീരിയൽ ടേബിളിൽ ഞാൻ ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ തുണീനെ വീതിക്ക് ഇതുപോലെ ഒന്ന് ഹാഫായിട്ടാണ് മടക്കിയിട്ടിരിക്കണേ. ഇനി അടുത്തതായിട്ട് നീളത്തിൽ ഈ ഒരു തുണീനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കാം കേട്ടോ. അപ്പൊ നീളത്തില് ഈ ഒരു തുണീനെ വീണ്ടും ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ തുണീനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് വരുന്നത് 2 പീസായിട്ട് ഇതുപോലെ മടക്കാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്കായിട്ട് വരുന്ന ഭാഗമാണ്. അപ്പൊ ഇതുപോലെയാണ് ബോഡി പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുണി മടക്കിയിട്ടിരിക്കണേ. ഇനി നമുക്ക് ഇതിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഫുൾ ലെങ്ത് വേണ്ടത് 44 ഇഞ്ചാണ്. അതിൽ നമ്മൾ 8 ഇഞ്ച് ഫ്രില്ലിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 44 - 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 36 ഇഞ്ചാണ് നമുക്ക് ബോഡി പോർഷൻ്റെ ആ ഒരു ഫ്രില്ല് ഇല്ലാത്ത ഭാഗത്തെ ലെങ്ത് നമുക്ക് വേണ്ടേ. 36 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് നമുക്ക് ഫ്രില്ല് ജോയിൻ ചെയ്യാനായിട്ടും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടും. അപ്പോൾ 36ൻ്റെ കൂടെ ടോട്ടൽ 1 ഇഞ്ചാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 37 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഞാൻ മുകളിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അടിഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഈ ഒരു അടിഭാഗത്ത് ടേപ്പ് വയ്ക്കുക. നേരെ മുകൾ ഭാഗത്തേക്കായിട്ട് 37 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പൊ ഇത് എവിടെയാണ് 37 ഇഞ്ച് വരുന്നത് അതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെങ്ത് നമ്മൾ 37 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ലൈനിലായിട്ട് ഷോൾഡർ ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും ഞാൻ 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ നേരെ അടിയിലേക്ക് ആം ഹോളും 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് 9.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ചെസ്റ്റ് ഇവിടെ 9.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന്റെ കൂടെ തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഷേപ്പിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഷേപ്പ് ലെങ്ത് ഞാൻ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇവിടെയാണ് 14 ഇഞ്ച് വരുന്നത്, അവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഏകദേശം ഒരു സ്ലിറ്റ് ഓപ്പണിങ്ങിന്റെ ആ ഒരു ലെങ്ത് കണ്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊരു 18 ഇഞ്ചിൽ അതും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടുത്തെ 2 സൈഡിലെ നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഷേപ്പിന്റെ അവിടുത്തെ വണ്ണം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. ആ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പൊ 8.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് സ്ലിറ്റ് ഓപ്പണിന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ 10.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ ഞാൻ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ചെസ്റ്റ്, വേസ്റ്റ്, സ്ലിറ്റ് ഓപ്പൺ ആ ഒരു 3 മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ആം ഹോൾ കർവ് വരയ്ക്കാനായിട്ട് ഈ ഒരു പോയിന്റിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്തങ്ങ് ആ ഒരു ആം ഹോളിന്റെ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ആം ഹോൾ കർവും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് നമ്മൾ എ ലൈൻ ചുരിദാറിനൊക്കെ മാർക്ക് ചെയ്യില്ലേ, അതുപോലെ അങ്ങ് ഡയഗണലായിട്ട് അറ്റം വരെ അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് ഒന്ന് ഡയഗണലായിട്ട് വരച്ചു പോവാം. അങ്ങനെ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടിവശത്തായിട്ട് നമുക്കൊരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശം ഒന്ന് ഇതുപോലെ അങ്ങ് കർവ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചാൽ മതി. അപ്പൊ ഇതുപോലെ ഒന്ന് അടിവശം ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതിന്റെ മിഡിലിൽ നിന്നാണ് കേട്ടോ ഷേപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേ. അപ്പൊ ഇതുപോലെ മിഡിലിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു. അപ്പൊ ഇതോട് കൂടിയിട്ട് ബോഡി പോർഷന് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ബോഡി പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്കും ഒരു പീസ് നമുക്ക് ബാക്കിലേക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ബോഡി പോർഷൻ അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ബോഡി പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ഇപ്പൊ നിങ്ങൾക്ക് പ്ലീറ്റ്സിന് കുറച്ചും കൂടി തുണി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് സ്ട്രെയിറ്റ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് പ്ലീറ്റ്സിനായിട്ട് എടുക്കാം. പക്ഷേ സ്ലീവിന്റെ അവിടെ ഒരു ജോയിന്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. ജോയിന്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. പ്ലീറ്റ്സിന് ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പൊ ഞാൻ പ്ലീറ്റ്സ് എനിക്ക് അധികം കൂടുതൽ പ്ലീറ്റ്സ് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ
ഞാൻ ഈ ഒരു പോർഷൻ മുകളിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജോയിന്റ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ നമുക്കിനി സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു തുണി ഇതുപോലെ ഒന്ന് അടുപ്പിച്ചിടുന്നുണ്ട്. ആദ്യമേ തന്നെ സ്ലീവ്സിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന്റെ ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് ഈ ഒരു അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യാനും 1/2 ഇഞ്ച് ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യാനും. അപ്പോൾ എനിക്കിവിടെ വേണ്ട സ്ലീവിന്റെ ലെങ്ത് 4.5 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് തേരുവശം ആയതുകൊണ്ട് ഞാൻ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 4.5യുടെ കൂടെ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇതങ്ങ് സ്ട്രെയിറ്റ് അറ്റം വരെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നേരെ അടിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നടുക്കിക്കട പോണ മാർക്കിങ് സ്ലീവിൻ്റെ അല്ല കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ലൈനിലായിട്ട് ഞാനൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകളിലെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാനൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് എവിടെയാണ് 10 ഇഞ്ച് തന്നെ അതങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെയായിട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് ഇത് എവിടെയാണ് വരണേ അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു മുകളിൽ നിന്ന് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് അങ്ങ് വരയ്ക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 6.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ ഞാൻ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അവർ 2 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡിലേക്കുള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ബോഡി പോർഷനും പ്ലീറ്റ്സും പിന്നെ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ചധികം ലെങ്തി ആയിട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ കട്ടിങ്ങും നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.